ഹലോ ഹലോ ദാസമാഷേ, ആനിയ. ഈ രാത്രി വിളിച്ച് ശല്യപ്പെടുത്താന്നറിയാം, പക്ഷെ എനിക്ക് ഇപ്പൊ തന്നെ ഇത് മാഷിനെ വിളിച്ച് പറയണമെന്ന് തോന്നി. എന്നതാ ടീച്ചറെ? മാഷേ, അവസാനം മാർക്കറ്റിന്റെ കാര്യത്തിൽ നമ്മളൊരു പരിഹാരം കാണാൻ പോവുക. ഒരു ഉഗ്രൻ ഐഡിയ. നിരപ്പേൽക്കാര് ആ മാർക്കറ്റ് ആർക്കും കൊടുക്കുന്നില്ല, പകരം പഞ്ചായത്ത് അതങ്ങ് ഏറ്റെടുക്കുന്നു. ഓ, മാഷേ, ഇനി ഏറ്റവും രസമുള്ളൊരു കാര്യം പറയട്ടെ. ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ ആരാന്ന വിചാരം? അത് പിന്നെ ടീച്ചറല്ലേ. ഞാനൊന്നല്ല, പറഞ്ഞ മാഷ് വിശ്വസിക്കത്തില്ല. വേറെ ആരുമല്ല, നമ്മുടെ പാപ്പിച്ചാന കക്ഷി. ആഹാ, സന്തോഷം കൊണ്ട് ഞാൻ അപ്പൊ തന്നെ പാപ്പിച്ചാനെ വിളിച്ചു. ആൾ ഔട്ട് ഓഫ് റേഞ്ച്. ഹലോ മാഷി, കേൾക്കുന്നുണ്ടോ? ഉവ്വ് കേൾക്കുന്നുണ്ട് ടീച്ചറെ. സംഗതി അസലായി. ഞാനും ഇപ്പൊ അതിന്റെ ത്രില്ലിലാ. ഇത് കലക്കും. നോക്കിക്കോ, പ്രസിഡന്റിന്റെ കിരീടത്തിൽ ഇതൊരു പൊൻതൂലാവും. അപ്പൊ നമ്മൾ രാവിലെ കാണും. എന്നാ ശരി, ഗുഡ് നൈറ്റ്. മര്യാദക്കാ വണ്ടിയെ പോന്നാ പോരായിരുന്നോ? കുറച്ച് നടക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കൊറേ ആയി. വണ്ടിയിൽ വരായിരുന്നു അല്ലേ? പിന്നല്ലാതെ. അല്ല, എന്താ മത്തായിച്ചിന് പറയാനുണ്ടെന്ന് പറഞ്ഞു? ഓ, ഈ മാണിക്കുഞ്ഞ് നല്ലവനാണോ ശശാങ്ക? അതെന്നാ മത്തായിച്ച ഇപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം? അല്ല, ഞാൻ ചില കാര്യങ്ങളൊക്കെ മനസ്സിൽ കാണാം. നിന്നോട് ഒരു അഭിപ്രായം ചോദിച്ചേ ഉള്ളൂ. എന്നതൊക്കെ എന്റെ അയ്യോ, അയ്യോ, എന്താ ഇത്? ആരും അദ്ദേഹത്തെ പറ്റിയത്? പാപ്പി പാപ്പി പാപ്പിയോ? ചാവാൻ ഇറങ്ങിയതാണോടാ? പാപ്പച്ചാൻ അവിടെ പോയതാ. ഒരു വാക്ക് പറഞ്ഞിട്ട് പോകണ്ടേ? ഇന്നലെ രാത്രി തുടങ്ങി അന്വേഷിക്കാത്തൊരു സ്ഥലമില്ല. മൊബൈലൊക്കെ ഔട്ട് ഓഫ് റേഞ്ച്. ടൗണില് കുറച്ച് കാശ് സംഘടിപ്പിക്കാൻ പോയതാ മാർക്കിന്റെ കാര്യത്തിന്. എന്താ കാര്യം? പാപ്പച്ചായ, എന്താടാ? അപ്പച്ചൻ എന്താ സാറേ? ഓ, അപ്പൊ ബാപ്പി മുതലാളി ഒന്നും അറിഞ്ഞില്ല അല്ലേ? കാര്യം പറ സാറേ. ചിലക്കാതെ വന്ന് വണ്ടി കയറടാ. സാറേ, എന്റെ അപ്പച്ചൻ വെട്ടുകൊണ്ട് ആശുപത്രിയില്ല. ഞാൻ അങ്ങോട്ട്. ഓ, അവിടെ ചെന്നാലും നിനക്ക് നിന്റെ അപ്പനെ കാണാൻ പറ്റില്ല. അവിടെ മൊത്തം പോലീസാ നിന്നെ പൊക്കാൻ. പക്ഷേ നിന്നെ പൊക്കിയ ക്രെഡിറ്റ് എന്റെ പേരിലിരിക്കട്ടെ. അതിന് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? നീ അപ്പനെ കൊല്ലുന്ന് വെല്ലുവിളിച്ചിട്ട്, എടാ, നീ നിരപ്പേൽ മത്തായിയെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചതിന് വ്യക്തമായ തെളിവും ഐ വിറ്റ്നസും ഉണ്ട്. സാർ, ഞാൻ എന്റെ അപ്പച്ചന്. സാർ, സാർ എന്തൊക്കെയാ പറയുന്നത്? അല്ല, ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആനി ടീച്ചറെ നീ എങ്ങോട്ടാണ് കടത്തിക്കൊണ്ടുപോയത്? നിങ്ങൾ അപ്പനെയും മോനെയും തമ്മിൽ തെറ്റിച്ചതിന്റെ പകപോക്കലാണ് അതിന്റെ പിന്നിലെന്ന് പരാതിയിൽ പറയുന്നുണ്ട്. ആരുടെ പരാതി? അതൊക്കെ ഞങ്ങൾ ബോധിപ്പിക്കേണ്ടടുത്ത് ബോധിപ്പിച്ചോളാം. വന്ന് വണ്ടി കയറടാ. ബലം പിടിക്കുന്നോടാ. ഇങ്ങോട്ട് നടക്കണം. നീ വിളഞ്ഞ വിത്താന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ വള കുറച്ചു നേരം നിന്റെ കയ്യിൽ കിടക്കട്ടെ. ഞാൻ വിളഞ്ഞ വിത്ത, സാറിനെ പോലെ വളഞ്ഞ വിത്തല്ല. ഇപ്പൊ ഈ വള സാറിനെ കൂടുതൽ ചേരുക. ആണും പെണ്ണും കെട്ട സ്വഭാവ സാർ ഇപ്പൊ കാണിച്ച്. പാപ്പി, നീ അബദ്ധം കാണിക്കരുത്. ഇപ്പൊ ഞാൻ സാറിന്റെ കൂടെ വന്നാൽ അത് അബദ്ധ. പിന്നെ ഈ പാപ്പി കുറച്ചു നാളത്തേക്ക് വെളിച്ചം കാണില്ലെന്നറിയാം. അപ്പച്ചനെ ആനിക്കും എന്നെ ഇപ്പൊ ആവശ്യമാ. അതുകൊണ്ട് കുറച്ച് സമയം എനിക്ക് വേണം. പിന്നെ സാർ എനിക്കിപ്പോ ആവശ്യമില്ലെന്തോ തന്നല്ലോ. അപ്പൊ അത് ഞാൻ തിരിച്ചു തന്നു. പിന്നെ ചാവികൾ ഞാൻ കൊണ്ടുപോകുന്നില്ല, എവിടെയെങ്കിലും വെച്ച് മറന്നു. അതുകൊണ്ട് ഞാൻ വണ്ടിയിലിട്ടേക്കാം. ഇതിലുണ്ടേ.
ഡീസൽ കുറവാണല്ലേ? താക്കോലിട്ടപ്പോ പാട്ടയുടെ ശബ്ദം കേട്ടെ. ഡാ പാപ്പി, നീ ഇതിനെ അനുഭവിക്കും. ഒന്ന് പോ സാറേ. സാറിനെ കൊണ്ട് ഇതാരെ ചെയ്യിപ്പിക്കുന്നെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഓടിക്കോ. എന്തിനാടാ എന്റെ അപ്പച്ചനെ വെട്ടിയത്? അത് ഞാനല്ല. പിന്നെ ആരാടാ അപ്പച്ചനെ വെട്ടിയത്, ആനയെ കൊണ്ടുപോയതും? പറയാം. ഞാനെല്ലാം പറയാം. എനിക്ക് നിങ്ങളോട് ശത്രുത ഉണ്ടായിരുന്നുള്ളൂ ശരിയാ. പക്ഷെ കൊല്ലാനൊന്നും ശശകം കൂട്ടു നിൽക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ആളുകളെ വിളിച്ചുകൂട്ടി മത്തായിച്ചനെ ആശുപത്രിയിൽ എത്തിച്ചത്. വെട്ടിയത് ആരാന്ന് പറടാ. അവനാ എല്ലാം ചെയ്തത്, അവനാ. ആര്? ഇറങ്ങി ബോഡി ബോഡി ഇങ്ങോട്ടോ. അറിയില്ല മാഷെ, ഞാൻ രാവിലെ മാഷെ കാണാൻ വേണ്ടി ഇറങ്ങിയതാ. അപ്പോഴാ ഇവര് എന്താ മാണിക്കുഞ്ഞു മുതലാളി, സിനിമാ സ്റ്റൈൽ ഒരു ചേസിംഗ്? കഥ അങ്ങ് ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോ ചേസിംഗ് ഒക്കെ ഒരു പതിവല്ലയോ മാഷെ? പക്ഷേ മാഷ് ടീച്ചറെ രക്ഷിക്കാൻ ശ്രമിച്ചാലും ഈ കഥയിലെ ടീച്ചറുടെ ഹീറോ അവനല്ലേ, ആ പാപ്പി, നിരപ്പേൽ പാപ്പി. ഹീറോ പാപ്പി ആവുമ്പോ മാഷ് പിന്നെ ആരാ? വില്ലൻ. നല്ല ബെസ്റ്റ് വില്ലൻ അല്ലേ മാഷെ? മാഷെ എന്താ ടീച്ചറെ, പേടിച്ചു പോയോ? ദാസമാഷ് തന്നെയാ, പക്ഷെ ചെറിയൊരു വ്യത്യാസം. നിരപ്പേൽ സ്കൂളിൽ മുക്കാചക്രത്തിന് പിള്ളേരെ പഠിപ്പിക്കാൻ വരുന്ന പാവം ദാസമാഷല്ല. 10-20 കൊല്ലം മുമ്പ് വരെ ഈ ഇത്തിരിക്കണ്ടം ഒരു ജന്മിയെ പോലെ അടക്കി ഭരിച്ചിരുന്ന രാധാകൃഷ്ണ കൈമളുടെ മകൻ ശിവദാസ കൈമൾ. ദാസൻ മാഷ്, ഈ ഞാൻ. എന്റെ അച്ഛന്റെ ധൂർത്ത് കൊണ്ട് ഞാൻ അനുഭവിക്കേണ്ട സ്വത്തുക്കൾ, മാർക്കറ്റ്, തീപ്പെട്ടി കമ്പനി, തിയേറ്റർ എല്ലാം പണയം വെച്ചും വിറ്റും തൊലച്ചു അങ്ങേര്. അതൊക്കെ ഈ നിരപ്പേക്കാരുടെ കയ്യിലാണ് ചെന്നുപെട്ടത്.